ചിക്കൻ സ്റ്റീക്ക് ആൻഡ് ഗാർലിക് വൈറ്റ് സോസ്. ഓക്കെ, സോ ഇതിന് വേണ്ടത് ക്രഷ്ഡ് ഗാർലിക്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക്, പെപ്പർ പൗഡർ, ദെൻ സോയ് സോസ്, സോൾട്ട്, കുറച്ച് യോഗട്ട് വേണം കേട്ടോ. ഒരു ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് യോഗട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിനകത്ത് ഒന്ന് സെറ്റാകാനായിട്ട് വെക്കണം. ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റ് 2ആയിട്ട് സ്ലൈസ് ആക്കിയിട്ടുണ്ട്. സോ 4 പീസ് നമുക്ക് കിട്ടും 2 ചിക്കൻ ബ്രസ്റ്റിൽ നിന്ന്. ബട്ടർ അല്ലെങ്കിൽ ഗീ ഈ ഓവൻ്റെ ആ ഒരു ട്രേയിൽ സിൽവർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതൊരു ഫ്ലേവറിനും നന്നായിട്ട് കുക്ക് ചെയ്യാനും ചിക്കൻ കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ബട്ടറൊക്കെ ഇടുമ്പോഴേക്കും. സോ നമുക്ക് വേണ്ട രീതിയിൽ ചിക്കൻ ബ്രസ്റ്റ് അതിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ബീൻസും കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ബേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മീലാണ്. സോ ഒരു ഫുൾ ഗാർലിക്. ഓക്കെ, ആ ഗാർലിക്കിൻ്റെ ഒരു സ്മെൽ, ഒരു ഫ്ലേവർ, ഒരു എസൻസ് എല്ലാം കൂടി നമുക്ക് ആ ചിക്കൻ ബ്രസ്റ്റിലോട്ട് ഇറങ്ങി നല്ല ഒരു ഫ്ലേവേർഡ് ചിക്കൻ സ്റ്റീക്ക് കിട്ടും നമുക്ക്. സോ ഇങ്ങനെ സിൽവർ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കവറായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 30 മിനിറ്റ്സ് 200 ഡിഗ്രി. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ബട്ടറിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ചെയ്താലായിട്ട് നോൺ സ്റ്റിക്ക് തവ എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ അടിയിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്ലൈസ് ചീസാണ് ഞാൻ ഇട്ടത്. എനിക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ചീസ് ഇടുന്നതിൽ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ തിക്ക് മിൽക്ക് ക്രീമാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ അത് വറ്റിച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ടൈം കൺസ്യൂം ആകും. കുറച്ച് പെപ്പർ ഇട്ടാൽ കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു തിക്നെസ്സിൽ അതിനെ കുറുക്കിയെടുക്കണം. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിരിക്കും മീറ്റൊക്കെ. ഫുൾ ഗാർലിക് കഴിക്കാൻ നന്നായിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഞാൻ പ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് 2 പേർക്ക് 3 പേർക്ക് കഴിക്കാനുള്ള പോർഷനുണ്ട് കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.